വെൽക്കം ടു ദ കോർട്ട്യാർഡ്. നമ്മളിവിടെ അതെ വളരെ മനോഹരമായിട്ട് നമ്മളൊരു ഫൗണ്ടൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു പോണ്ട് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിന്റെ ആ ഒരു ഫീൽ കൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു റിസോർട്ട് ലൈഫ് ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഈ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു സമാധാനം. സാധാരണ കിച്ചണിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിരിക്കും ഉണ്ടാവുക, ഒരു ഓപ്പൺ കിച്ചൺ പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ അത് കൊടുത്തിട്ടില്ല, പകരം എന്നാൽ കിച്ചണിലേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മള് സീറ്റിംഗും ഉണ്ട്, അതോടൊപ്പം സ്റ്റോറേജും ഉണ്ട്. പലഹാരങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ബെസ്റ്റാ. വലിയൊരു സ്പേസ് ആണ് വിത്ത് ഹ്യൂജ് വിൻഡോ. നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ അതിന് നമ്മളൊരു കേർട്ടൻ അല്ലേ, വലിയൊരു കേർട്ടൻ വെച്ചിട്ട് നമ്മളത് കവറും ചെയ്തിട്ടുണ്ട്. അത് വെറും മിറർ മാത്രമല്ല, അതിന്റെ ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മിറർ, ഫുൾ ലെങ്ത് മിറർ ഇപ്പോൾ ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന. പിഞ്ചു പറയാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് വളരെ അത്യാവശ്യമാണ്. ഡിസൈൻ കൺഫേം ആക്കി കഴിഞ്ഞാൽ വിത്തിൻ 45 days നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ വീട്ടിൽ നിന്നല്ല മെയ്ഡ്, ഫാക്ടറി മെയ്ഡ് ആയിട്ടാണ്. അതെ, ഫാക്ടറി മെയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അവസാനം താക്കോൽ അങ്ങോട്ട് കൊടുക്കും. അതെ, വർക്ക് കഴിഞ്ഞിട്ട്. അതാണ് പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടാറുള്ളതാണ് നല്ല ഇൻറ്റീരിയർ കാണിക്കണം, നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്ന ടീമുകളെ പരിചയപ്പെടണം എന്നൊക്കെ. അപ്പം സാധാരണക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സാണ് നമ്മൾ പൊതുവെ കാണിക്കാറുള്ളത്. അപ്പം ആ ഒരു രീതിയിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീട് കാണിക്കാനാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ മാത്രമല്ല, എക്സ്റ്റീരിയറും ഒരുപോലെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. കൊല്ലം പാരിപ്പള്ളിയിലാണ് നമ്മളുള്ളത്. ഒരു അടിപൊളി വീട്, ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടൊരു വീടാണ്. ഒരു ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ വന്നിട്ടോ. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് തിര. വെറൈറ്റി പേരാണല്ലോ. അപ്പം തിര, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം പാരിപ്പള്ളിയിലാണ്. മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. അതെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത്? 1900 സ്ക്വയർ ഫീറ്റിലാണ്. 3 BHK ആണ് വരുന്നത്. വിത്ത് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് അങ്ങനെ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് ആണ്. ഇതിന്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലേദിവസമാണ് ഇതിന്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് വളരെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം നമ്മളിതിന്റെ ലാൻഡ്സ്കേപ്പിലാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒരു 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു പ്രത്യേക ആംഗിളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ അല്ലേ, നിറയെ പോട്ട്സ് വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അല്ലേ? മെല്ലെ ഉള്ളിലേക്ക് പോകാം, മെല്ലെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. ഇത് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസ് ആണ് വരുന്നത്. ഒരു ചെറിയൊരു ജാളി വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ചെറിയൊരു നമുക്കൊരു മറ കിട്ടുന്ന രീതിയിൽ അല്ലേ, ഒരു സിറ്റിംഗ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ പ്രൈവസിയും കൂടെ കിട്ടും അല്ലേ? അതെ, പ്രൈവസിയോടൊപ്പം നല്ല ഒരു ഐസ്തറ്റിക് ഫീലും നല്ലൊരു ആംബിയൻസും കൂടി നമുക്ക് കിട്ടും. അതെ, ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ നമ്മൾ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് സ്പേസ്, നമ്മുടെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ വരുന്നത്. ഈ ഒരു സ്വപ്ന വീട് എന്ന് പറയുന്നത് ഉനൈസ് ഷീന ദമ്പതികളുടെ വീടാണ്. അവരുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്നിരിക്കും വീട്, എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. അപ്പൊ അങ്ങനെ അവർ പണിതിട്ടുള്ള ഒരു വീടാണ്. അതിന്റെ ഇന്റീരിയർ ആണ് നിങ്ങൾ മനോഹരമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ ഒഫീഷ്യലി വെൽക്കമിംഗ് ഹോം. നമ്മൾ ഈ ഒരു ഡോറ് വരുന്നത് സ്റ്റീൽ ഡോർ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, പിന്നെ സ്ട്രെങ്ത് ആണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ സേഫ്റ്റിയിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഡോറാണ് സ്റ്റീൽ ഡോറുകൾ. അപ്പൊ നമ്മൾ ടാറ്റയുടെ തന്നെ ഒരു സ്റ്റീൽ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാമ്രാജ്യത്തിലേക്ക് ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. വലിയൊരു സ്പേസ് ആണല്ലോ. അതെ, വലിയൊരു സ്പേസ് ആണ് വിത്ത് ഹ്യൂജ് വിൻഡോ. അതെ, ഡബിൾ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ അതിന് നമ്മളൊരു കേർട്ടൻ അല്ലേ, വലിയൊരു കേർട്ടൻ വെച്ചിട്ട് നമ്മളത് കവറും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഒന്നും ചെയ്യണമെന്നില്ല, ഷിയർ കട്ടൺ ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറം സൈഡിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. അപ്പം നാച്ചുറൽ ആയിട്ട് നന്നായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വന്നോളൂ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു 6 സീറ്റഡ് സോഫ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് TV യൂണിറ്റ് ആണ്. അത് നമ്മള് WBC പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള വന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ഈ WBC പാനലിംഗ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പാനലിംഗ് തന്നെ പലയിടങ്ങളിൽ ഒരു എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ വേറെ കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഈ TV യൂണിറ്റിന്റെ കാര്യം അടക്കം അല്ലെങ്കിൽ ഈ ഫർണിച്ചർ അടക്കം എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ?
അതെ, നമ്മൾ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഫാമിലിയുടെ റിക്വയർമെന്റ് എടുത്ത് അവർക്ക് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാം അവരുടെ ഒപ്പീനിയൻ എടുത്ത് അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. സോഫ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു അട്രാക്റ്റീവ് ആയിട്ട് കളർ, സാധാരണ കുറച്ച് ഡാർക്ക് സൈഡിലോട്ട് വരുന്നതാണ്, പക്ഷെ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അതെ, കളർ കോമ്പിനേഷനും ഈ റൂമിനെ ഭയങ്കര ഒരു ഹാപ്പി പ്ലേസ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു തീമിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കേറുമ്പോൾ തന്നെ സ്മൈൽ അല്ലേ, അങ്ങനെ തോന്നുന്ന ഇന്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ്. നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് ഏരിയനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണം എന്ന്. വാള് വേണ്ട, അപ്പൊ നമ്മൾ അതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മെറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ CNC ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ്, അതെ, മാക്സിമം സ്റ്റോറേജ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു വിത്ത് ബ്യൂട്ടിയും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഉപകാരം കൂടെ ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഉനൈസ് നല്ല ക്രിക്കറ്റ് കളിക്കാരാണെന്ന് തോന്നുന്നു. കുറെ ട്രോഫികളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല പ്ലെയർ ആയിരിക്കണം. അതെ, അവർക്ക് അത് ഷോക്കേസ് ചെയ്യാനും ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നത് മാച്ച് ചെയ്തു പോകുന്നുണ്ട്. സുനേഷിനോട് നമുക്ക് എന്തായാലും ചോദിക്കാം, ഒരു ബോൾ അവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു ഡൈനിങ് സ്പേസ് വരുന്നു അല്ലേ? യെസ്, ഇതൊരു 6 സീറ്റഡ് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട്. അതൊരു ഈ വീട്ടിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ പോയി കാണാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കകത്ത്, അപ്പൊ നമുക്ക് അവിടെ പോയി കാണാം. ആൻഡ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ആംബിയൻസോട് കൂടി നമുക്ക് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ, നല്ലൊരു സ്പെഷ്യൽ സ്പേസ് ആണ്. അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഓപ്പണിംഗ് ഏരിയ പോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. വെൽക്കം ടു ദ കോർട്ട്യാർഡ്. നമ്മളിവിടെ അതെ വളരെ മനോഹരമായിട്ട് നമ്മളൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരു പോണ്ട് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ നിറച്ച് പ്ലാന്റ്സ് വെച്ച് നമ്മൾ അതിനെ വളരെയധികം സ്പെഷ്യൽ ഒരു പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഓൾസോ നമ്മളുടെ ആ ഒരു ഡൈനിങ് ഏരിയയുടെ വാഷ് ബേസ് നമ്മൾ കൊടുത്തിരിക്കുന്നതും കോർട്ട്യാർഡിലാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഡൈനിങ് സ്പേസ് നമ്മുടെ ഡൈനിങ് സ്പേസിനോട് അടുത്തായിരിക്കില്ല ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്, സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ്, മുകളിൽ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ഫീൽ കിട്ടും നമുക്ക്. ശരിക്കും ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിന്റെ ആ ഒരു ഫീൽ കൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു റിസോർട്ട് ലൈഫ് ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഈ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു സമാധാനം, പുറം കുളിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോ സ്റ്റെയറിന്റെ താഴെയുള്ള സ്പേസ് നമ്മൾ ഇൻവേർട്ടേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ പേർപ്പസ്, ആ ഒരു ഇൻവേർട്ടർ പ്ലേസ് ചെയ്യാനുള്ള പേർപ്പസും അവിടെ നടക്കുന്നുണ്ട്. നമ്മളുടെ ലിവിംഗ് ആൻഡ് ഡൈനിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വാള്, അത് നമ്മൾ ഈ ഒരു വീടിന്റെ സെൻട്രൽ പവർ യൂണിറ്റ് ആണ്. ശരിക്കും അത് കാണുമ്പോ തന്നെ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ട്. അതെ, ആൻഡ് ഓൾസോ നമ്മളൊരു ഖുറാൻ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് വിച്ച് ഇസ് ഫോൾഡബിൾ ആണ്. അതെ, ഇത് ഫോൾഡബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ CNC ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി നമ്മൾ ഇവിടെ ഈ ഒരു വാള് ഫുള്ള് നമ്മൾ വാൾപേപ്പർ ചെയ്ത് നമ്മളൊരു CNC ഡിസൈൻ കൊടുത്ത് പിന്നെ സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആംബിയൻസിന് വേണ്ടിയിട്ട്. ഞാൻ ഈ വീട്ടില് കയറി വന്നപ്പോ തൊട്ട് കാണുന്ന ഒരു കാര്യം, ഒരുപാട് സീലിംഗ് ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതും ഒരു സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടാണ് മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. അതെ, ഫാമിലി കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് റിക്വയർമെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ ജിപ്സം ഡിസൈൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ റൂമിലും നമ്മൾ ഇത് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. വിത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ കവർ ചെയ്തിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഇടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് പോകണം. കിച്ചണിൽ ഞാൻ കണ്ടൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, സാധാരണ കിച്ചണിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിരിക്കും ഉണ്ടാവുക, ഒരു ഓപ്പൺ കിച്ചൺ പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ അത് കൊടുത്തിട്ടില്ല. പകരം എന്നാൽ കിച്ചണിലേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ലൈഡിംഗ് ഡോറും അതും ഒരു ട്രാൻസ്പെറൻസി ഉള്ള പോലെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കാണുകയും ചെയ്യാം, എന്നാൽ ശബ്ദകോലാഹലങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നില്ല അല്ലേ? അപ്പൊ കിച്ചണിലേക്ക് വരാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടല്ലോ, നമ്മൾ അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് ഒരു വർക്ക് ഏരിയ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ഹാഫ് പാർട്ട് മാത്രം പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇത് വലിയൊരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്.
ഇത് മൊത്തം സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഒരു കൺജഷൻ ഫീൽ ചെയ്തേനും തോന്നി. ഇത് നന്നായിട്ടുണ്ടല്ലേ? അതെ, നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഒരു ആർട്ട് ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് കിച്ചണിനെയും അതുപോലെ തന്നെ വർക്ക് ഏരിയനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമ്മളൊരു സ്മോൾ സ്പേസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യെസ്, നല്ല സ്പേസ്, ചെറുതാണ് പക്ഷെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ കളർ ടോൺ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ ഒരു സീറ്റിംഗ് സ്പേസിൽ നമുക്ക് ഇരിക്കാൻ മാത്രമല്ല, നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മള് സീറ്റിംഗും ഉണ്ട്, അതോടൊപ്പം സ്റ്റോറേജും ഉണ്ട്. പലഹാരങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ബെസ്റ്റാ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് മോഡുലാർ കിച്ചൺ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, അത് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ബേസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വാൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബേസ് യൂണിറ്റും WBCയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് മാക്സിമം സ്റ്റോറേജ് സ്പേസ് വേണമെന്നാണ്. ഇപ്പം കിച്ചൺ ഏറ്റവും കൂടുതൽ ക്ലട്ടർ ആയിട്ട് കിടക്കുക, സ്റ്റോറേജ് സ്പേസ് കുറയുമ്പോഴാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. വാൾ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് മെറൈൻ പ്ലൈവുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വിക്കറി ബാസ്ക്കറ്റ് വരുന്നുണ്ട്, സ്റ്റാൻഡ് ആൻഡ് ഡ്രോയേഴ്സ് വരുന്നുണ്ട്, നമ്മളൊരു കട്ട്ലറി സ്പേസും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 ഡ്രോയേഴ്സ്, സ്റ്റാൻഡ് ആൻഡ് ഡ്രോയേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ്. ആൻഡ് ബേർണേഴ്സ് 4 ബേർണർ ആയിട്ടുള്ള ഒരു സ്റ്റവ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കൊരു ഹുഡ ഹോബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ടാൻഡ് ആൻഡ് ഡ്രോയേഴ്സ് നമ്മൾ ഹെറ്റിച്ചിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വിക്കർ ബാസ്ക്കറ്റ് ആണെങ്കിലും നമ്മൾ ഹെറ്റിച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ കിച്ചണിന്റെ എല്ലാ ഹിഞ്ചസും നമ്മൾ ഹെറ്റിച്ചിലെ ആക്സസറീസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ആണ്. അതെ, ബ്രാൻഡഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബേ വിൻഡോന്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, മനോഹരമായിട്ടുണ്ട്. വാർഡ്രോബ് വരുമ്പോൾ നമുക്ക് ഫുൾ ഹൈറ്റിൽ വരുന്ന 3 ഡോർ വാർഡ്രോബ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൾസോ താഴെ നമ്മൾ സ്റ്റോറേജ് സ്പേസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് മെറ്റീരിയലാണ് വരുന്നത്? മെറൈൻ പ്ലൈവുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ് ക്ലോസ് ആണ് അല്ലേ? സോഫ്റ്റ് ക്ലോസ് ആണ്. അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാം തന്നെ നമ്മൾ ഹെറ്റിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ത്രൂ ഔട്ട് വീട്ടിലെ എല്ലാ ഭാഗവും ഹെറ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സ്റ്റഡി ടേബിൾ, സ്റ്റഡി യൂണിറ്റ് ഉണ്ട്, TV യൂണിറ്റ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആൻഡ് അതിന്റെ ആക്സസറീസ് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ഡ്രസ്സിംഗ് മിറർ കണ്ടു. ഒരു വലിയ ഒരു ഫുൾ ഹൈറ്റിൽ വന്നിരിക്കുന്നു. അത് വെറും മിറർ മാത്രമല്ല, അതിന്റെ ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. അതെ, ഇപ്പം നിങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഇതൊരു ഡ്രീം സ്പേസ് തന്നെയാണ്. എല്ലാ വീടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മിറർ, ഫുൾ ലെങ്ത് മിറർ ഇപ്പോൾ ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന പിഞ്ചു പറയാറുണ്ട് ഇടയ്ക്ക്, ഇങ്ങനത്തെ ഒരു സ്പേസ് വളരെ അത്യാവശ്യമാണ്. യെസ്, വി ക്യാൻ റിലേറ്റ്. യെസ് പിഞ്ചു. ഓക്കെ, അപ്പൊ ഇതാണല്ലേ നമ്മുടെ സ്റ്റഡി ടേബിൾ കം. നമ്മൾ അത്യാവശ്യം ചെറിയ വേറെ സ്റ്റോറേജ് വന്നിരിക്കുന്നത്. നമ്മൾ TV യൂണിറ്റിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ്, കൺസോൾ ആണ് വന്നിരിക്കുന്നത്. ഡ്രസ്സിംഗ് മിറർ, ബേ വിൻഡോ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു മിനിമൽ ബെഡ്റൂം ആണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ആൻഡ് കോട്ടിലേക്ക് വരുമ്പോൾ ക്യൂൻ സൈസ് കോട്ടാണ്, വിത്ത് ഹെഡ് റെസ്റ്റ് ആണ്. അപ്പൊ അത് ഫുൾ നമ്മള് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നല്ലേ? അതെ, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന ഒരു പരിപാടി ഇല്ല, എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അതെ, കസ്റ്റമൈസബിൾ ആണ്. കാരണം നമ്മളുടെ ഈ ഒരു ഫാമിലിക്ക് ഇതായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞു. സോ അവരുടെ റിക്വയർമെന്റ് പ്രകാരം എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യെസ്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം വരുന്നുണ്ട്. ആ വാഷ്റൂം തന്നെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്റൂമിന്റെ പകുതി വലിപ്പം വരുന്ന ഒരു വാഷ്റൂമാണ് വന്നിരിക്കുന്നത് അല്ലേ? ചെറിയ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തപോലെ തോന്നുന്നുണ്ട്. നന്നായിട്ടുണ്ട്. നമ്മുടെ താഴത്തുള്ള മറ്റൊരു ബെഡ്റൂം ആണ്, സെക്കൻഡ് ബെഡ്റൂം ആണ്. മറ്റേ ബെഡ്റൂമിനുള്ള കുറച്ച് വലിപ്പം കുറവാണോ? മറ്റേ ബെഡ്റൂമിന്റെ സീലിംഗ് ഇതിന്റെ സീലിംഗ് നോക്കേ. ശരിയാണല്ലോ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഓരോ സീലിംഗിലും ഓരോ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, എനിക്ക് ഈ റൂമിലത്തെ സീലിംഗ് ആണ് കുറച്ചും കൂടെ വളരെയധികം ഇഷ്ടമായത്. ഈ ബെഡ്റൂമിൽ നമുക്കൊരു സ്റ്റഡി യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഡ്രസ്സിംഗ് മിറർ നമ്മൾ ആ ഒരു ഡ്രസ്സിംഗ് മിറർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. കാരണം നമ്മള് ആംബിയൻസിനും അതുപോലെ തന്നെ ഇത് ഒരു ബേസിക് ഫീച്ചർ ആണ്. ഇപ്പോ പിന്നെ നമ്മുടെ വാർഡ്രോബ് നമ്മൾ അപ്പുറം കണ്ടിട്ടുള്ള അതേ സെയിം പോലെ തന്നെയാണ്, ഫുൾ ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെല്ലാം കണ്ട് തിര മുകളിലേക്ക് എത്തി. യെസ്, മുകളിലെത്തി. അതെ, മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കൊരു കോമൺ സ്പേസ് ഉണ്ട്. മെയിൻ അട്രാക്ഷൻ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ലിവിംഗ് സ്പേസ് കാണുന്നുണ്ട്. കുറച്ചൊരു ഈസി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. നമ്മൾ എല്ലാ വീടുകളിലും
ആണെന്നൊരു മെയിൻ ഫാക്ടറാണ്. അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ, താഴെയും മുകളിലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട്. ഒപ്പം ഇവിടെ നോക്കുമ്പോൾ കുറേ കൂടെ ട്രാൻസ്പെറൻസി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു വാൾ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വാൾ എല്ലാം ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ പ്രസൻസ് വീട്ടിൽ വളരെയധികം കിട്ടുകയും ചെയ്യും, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. വീട്ടുകാർക്ക് തന്നെ മേളിൽ വന്നിട്ട് റിലാക്സിങ് ടൈമിന് പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇതൊക്കെ റെഡി മെയ്ഡ് ആണല്ലേ, ഇത് മാറ്റാൻ പറ്റുന്നത് പോർട്ടബിൾ ആണ്, മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് നമുക്ക്. 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം, ബെഡ്റൂമിൽ ഒരെണ്ണം നമുക്ക് മുകളിലാണ് വരുന്നത്. ഇത് ഇവിടുത്തെ അനിയന്റെ ബെഡ്റൂം ആണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റഡി യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടേബിൾ, സ്റ്റഡി യൂണിറ്റ് എന്നല്ല നമുക്ക് പറയാം, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കണ്ട വാളില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്തെ വ്യത്യസ്തമായിട്ട് ഒരു ടെക്സ്ചർ ഇതായിട്ട് വന്നിരിക്കുന്നത്, ടെക്സ്ചർ പെയിന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ വാൾ. പിന്നെ അവിടെ കണ്ടോ ഒരു സർക്കിൾ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു, അതും കുറച്ചും കൂടെ ഒരു ഓപ്പൺ അല്ലേ, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ എലമെന്റ് കൂടിയാണ്. അതെ, അങ്ങനെ വന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് വാളിൽ വരുമ്പോഴത്തേക്ക് ഇത് വാൾപേപ്പർ ആണ്, വാൾപേപ്പർ വന്നിട്ടുണ്ട്. സെറ്റ്. ആൻഡ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കാം. സ്വാഗതം, കം ഓൺ എവരിബഡി. യെസ്, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആ വാള് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കളർ തീം നോക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്, താഴത്തെ റൂമിൽ നിന്ന് വളരെയധികം ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് മുകളിലത്തെ റൂം ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു കാർപ്പരാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു വാൾ സെപ്പറേറ്റ് ചെയ്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു ഗ്രീൻ സ്പേസ്. ബാക്കിയില്ല, ഹെഡ് റെസ്റ്റ് നമ്മൾ ആ ഒരു ഇതിനോട് മാച്ച് ചെയ്തിട്ട്, ആ വാളിനോട് മാച്ച് ചെയ്തിട്ട് ഈ ഒരു റൂമിന്റെ ആംബിയൻസ് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സീലിംഗ് ഒബ്വിയസ്ലി എല്ലാ റൂമിലും ഡിഫറെന്റ് തന്നെയായിരിക്കും. അപ്പോൾ സീലിംഗ് അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട്, ആൻഡ് വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെന്ററിലാണ് എന്നൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റഡി യൂണിറ്റും സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരികയാണെങ്കിൽ ഫുൾ ഹൈറ്റിൽ വരുന്ന 3 ഡോർ ഉള്ള വാർഡ്രോബ് തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ കൺഫേം ആക്കി കഴിഞ്ഞാൽ വിത്തിൻ 45 days നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. വീട്ടിൽ നിന്നല്ല, ഫാക്ടറി മെയ്ഡ് ആയിട്ടാണ്. അതെ, ഫാക്ടറി മെയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അവസാനം താക്കോൽ അങ്ങോട്ട് കൊടുക്കും വർക്ക് കഴിഞ്ഞിട്ട്. അതാണ് ഇനി യെസ്, നമ്മള് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് മാത്രമല്ല, കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ബഡ്ജറ്റിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കസ്റ്റമറിന് എന്താണോ പ്രിഫറൻസ് അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതെ, ഇറങ്ങാം. ഒരു ബാൽക്കണി സ്പേസ് വന്നിട്ടുണ്ട്. യെസ്, ബാൽക്കണി സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്പേഷ്യസും ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ വേറെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ഈ ഒരു വാളിലേക്ക് വരാണെങ്കിലും ഇവിടെ വേറൊരു ഡിസൈൻ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് വീടിന്റെ ഉടമസ്ഥരായിട്ടുള്ളവര്. മനേഷ് ബ്രോ, നമസ്കാരം. ഷീന അല്ലേ, എന്താ ചെയ്യണേ? എബ്രോഡ് വർക്ക് ചെയ്യണം. ക്രിക്കറ്റ് പ്ലെയർ ആണോ അല്ലേ? കുറെ ട്രോഫി കിട്ടിയിട്ടുണ്ടല്ലോ. ക്യാപ്റ്റൻ ആണോ? ആയിരുന്നു, റിട്ടയർ ആയി, വിദേശത്ത് പോയി. മറ്റേ 1983 സൈജു കുറുപ്പ് പോയതാണോ? അങ്ങനെയൊന്നും അത്യാവശ്യം കളിക്കുമായിരുന്നു. പിന്നെ ജോലിയുടെ തിരക്കാരണം നമ്മുടെ എല്ലാവരും പ്രശ്നം അതാണ്, പ്രൊഫഷൻ അല്ലേ. ഏതാണ് നമ്മുടെ ഏരിയ? ബാറ്ററാണോ? 2 ജോൾറോഡാണോ? ഓക്കെ, അപ്പം വീട് പണിയുടെ കാര്യത്തിലൂടെ കിടക്കാം. വീട് പണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവാസിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാവും നമ്മുടെ കൂട്ടിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരായിട്ടുള്ളതും പ്രവാസികളാണ്. അപ്പോൾ ഒരു വീട് പണിയുമ്പം ആഗ്രഹമുണ്ട്, അത് ലൈഫിൽ 1 ടൈം, അത് ഒരിക്കൽ മാത്രം പണിയുന്നൊരു സംഭവമാണ് മിക്കവാറും. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം? ആ ആഗ്രഹത്തിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്റീരിയർ ആയിരുന്നാലും സ്ട്രക്ചർ ആയിരുന്നാലും എല്ലാം ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അത് അവിടെ പ്രത്യേകിച്ച് ഇന്റീരിയേഴ്സ് തന്നെയാണ്. നമുക്ക് ഞാൻ പ്രശാന്തിനെ വിസിറ്റ് ചെയ്തപ്പോൾ പ്രശാന്ത് ഒരുപാട് സജഷൻസ് പറഞ്ഞായിരുന്നു. അതെല്ലാം ചെയ്ത് നല്ല പോയിരുന്നു. അപ്പോൾ അല്ല, നമ്മൾ എല്ലാവരും വന്ന് നമ്മുടെ റിലേറ്റീവ്സ് ആയിരുന്നാലും അവർക്ക് ഇങ്ങനെ ഒരു സ്റ്റൈല് ഇതുവരെയ്ക്കും അവർ കണ്ടിട്ടില്ല. അതങ്ങനെ ഇന്റീരിയേഴ്സ്, എക്സ്പെഷ്യലി ജിപ്സം ഇന്റീരിയർ, അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആഗ്രഹിച്ചതിനേക്കാളും 100 ഇരട്ടി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്റീരിയർ തീം ആയാലും നമ്മുടെ സ്ട്രക്ചർ ആയാലും ഫർണിച്ചർ എല്ലാം സൂപ്പറായിട്ടുണ്ട്. വന്നവരൊക്കെ ചോദിച്ചോ? എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി വീട് കണ്ട സന്തോഷമായിരുന്നു.
അപ്പോൾ തിര യെസ് മനോഹരമായിട്ടുള്ള ഒരു വീട് ഫെദർ ലൈഫ് ഇന്റീരിയേഴ്സിന്റെ ഒരു വീടാണ്. അതെ, എങ്ങനെയുണ്ട് മൊത്തത്തില് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ക്ലയന്റ് ആണെങ്കിലും വളരെയധികം ഹാപ്പിയാണ്. നമുക്ക് സർവീസസ് പറയുകയാണെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ ഫുൾ സമ്മർ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യ മൊത്തം. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ഓഫീസ് വരുന്നത് കാക്കനാടാണ്, കാക്കനാട് വെണ്ണലയിലാണ് നമ്മുടെ. അതെ, നമുക്ക് ഓൺ ഫാക്ടറി പ്രൊഡക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും ആവശ്യമില്ല. ആൻഡ് ഓൾസോ നമ്മളുടെ NRI ക്ലയൻസ് ഉണ്ട് നമുക്ക്. അപ്പം അവര് അതൊരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് NRI അറിയാലോ, അവര് അബ്രോഡ് ആയിരിക്കും, അപ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും എന്താ ഇവിടെ നടക്കുന്നത്. കാരണം നമ്മളുടെ വീട് പണിയുമ്പോൾ നമ്മൾ അത്രയും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണോ ഇന്റീരിയർ എല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയി ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ അബ്രോഡുള്ള കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്തൊരു ഫീഡ്ബാക്ക് പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സന്തോഷമാണ്, ക്ലയന്റ് ഹാപ്പി ആയതിലും വളരെ സന്തോഷമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കുകളും ചെയ്യാറുണ്ടോ? അതെ അതെ, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. കാരണം നമ്മളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ക്ലയന്റിന് എന്താണോ റിക്വയർമെന്റ് അത് അവരുടെ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നതാണ് നമ്മളുടെ മെയിൻ എയിം ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയന്റിന്റെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. നൈസ്. ഓക്കെ, അപ്പോൾ ഫെദർ ലൈഫ് ഇന്റീരിയേഴ്സ്, താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റിംഗ് യു. യെസ്, പുതിയൊരു എപ്പിസോഡോടെ നമ്മൾ വീണ്ടും വരാം. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തിര ഒരു ബൈ പറഞ്ഞേ. ബൈ. യെസ്, ബൈ ബൈ.